ഓക്കെ, ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും, അത് പ്രൈമറി ക്ലാസ്സുകൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്നാൽ എന്താണ്? നമ്മൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ കുറേ പഠിച്ചു, കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു, കുറേ റൂൾസ് പഠിച്ചു, കുറേ എക്സാമ്പിൾസ് നമ്മൾ സോൾവ് ചെയ്തു. ഇപ്പോൾ രണ്ട് വേരിയബിൾസ് മൂന്നാമതൊരു വേരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്യും, അത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ, പാരാമെട്രിക് ഇക്വേഷൻസിന് എങ്ങനെ ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. അപ്പോൾ തന്നെ റിലേറ്റഡ് റേറ്റ്സ്, അതായത് രണ്ട് ഡെറിവേറ്റീവ്സ് നമ്മളുടെ റിലേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുറേ എക്സാമ്പിൾസും കുറേ പ്രോബ്ലംസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തു, ഡെറിവേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞു. ഓക്കെ, ഡെറിവേഷൻ്റെ കുറച്ച് പോർഷൻസ് നമ്മളിനി നിർത്തി വെക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് എന്ത്, ആൻറ്റി ഡെറിവേറ്റീവ്. അതായത് സിമ്പിളി വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെറിവേഷൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് അതിലെന്താണ്, ഡെറിവേഷൻ്റെ ആൻറ്റി ഭാഗമാണ് എന്ത്, ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻ്റഗ്രേഷൻ. സിംപ്ലി ഇൻ്റഗ്രേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് നമ്മൾ എന്ത് വിളിക്കാം, ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കും, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കും, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നൊക്കെ വിളിക്കുന്നത് എന്താണ്, ഈ ആൻറ്റി ഡെറിവേറ്റീവിനാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. An antiderivative or integral of a function small h f is a function whose derivative is small h f. അപ്പോൾ നമ്മളൊരു എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്തു, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്മോൾ എഫിന് ഇൻ്റഗ്രേഷൻ എടുത്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് കിട്ടി. അങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ എഫിന് പ്രത്യേകം എന്തായിരിക്കണം, ആ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേഷൻ എടുത്താൽ എനിക്ക് എന്ത് കിട്ടണം, സ്മോൾ എഫിനെ കിട്ടുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ആ ക്യാപിറ്റൽ സ്മോൾ എഫിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഫംഗ്ഷൻ ആയിരിക്കും, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് വരണം, സ്മോൾ എഫ് തന്നെ വരണം. ഓക്കെ, ദെൻ എ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് is the given function is known as the indefinite integral of the given function. അപ്പോൾ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് നമുക്കിപ്പോൾ അതായത് എ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് ഈസ് ദ ഗിവൺ ഫംഗ്ഷൻ, ഓക്കെ, ഈസ് നോൺ ആസ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. നമ്മളൊരു ഡെറിവേറ്റീവ് ഫംഗ്ഷൻ്റെ നമ്മളെന്തെടുത്തു, a function whose derivative is the given function is known as the indefinite integral of the given function. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുത്തു, അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന ഡെറിവേറ്റീവിനെ വിളിക്കുന്നവരാണ് അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്താ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഡെഫിനിഷൻ, ആൻറ്റി ഡെറിവേഷൻ്റെ ഡെഫിനിഷനാണ്. ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് എ ഫംഗ്ഷൻ ആണ്, അതായത് ക്യാപിറ്റൽ എഫ്. ഒരു സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫിന് ഡെറിവേഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, എഫ് ഓഫ് എക്സ് തന്നെ വരണം. ഇൻ ദിസ് കേസ് വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ സ്മോൾ എഫിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ ഈ ക്യാപിറ്റൽ എഫിന് നമ്മൾ ഡെറിവേഷൻ എടുത്താൽ നമുക്ക് എന്ത് വരണം, സ്മോൾ എഫ് വരണം. അതായത് നമ്മൾ പറഞ്ഞു ഈ ഡെറിവേഷൻ്റെ എന്താണ്, ആൻറ്റി പാർട്ടാണ് എന്ത്, ആൻറ്റി ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, then the function on the RHS of the above equation is called the indefinite integral of f and f is called the integral. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ എഫിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, അതിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നും സ്മോൾ എഫിനെ വിളിക്കുന്നവരാണിത് ഇൻ്റഗ്രൻറ്റ് എന്ന് പറഞ്ഞാൽ. Okay, if f of x is an antiderivative of small f of x, the general antiderivative has the form f of x plus c. അതായത് സ്മോൾ f of x ൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് ക്യാപിറ്റൽ f of x ആണ് എങ്കിൽ അതിൻ്റെ ജനറൽ ആൻറ്റിഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ f of x plus c. നമുക്ക് നോക്കാം, ഇവിടെ സി എന്ന് പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ട് വരണമെങ്കിൽ എന്താ, അതിൻ്റെ ഡെറിവേഷൻ എടുത്ത് നമുക്ക് ആ സ്മോൾ എഫ് കിട്ടണം അല്ലേ. ദാറ്റ് ഈസ് നമ്മൾക്ക് ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ഉണ്ട്. ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എഫ് നമ്മൾ പറഞ്ഞു പ്ലസ് സി, സിൻ്റെ ഡെറിവേഷൻ എന്താ 0 ആയിട്ട് പോകും. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി, അപ്പോൾ ഇത് സിയെ വിളിക്കുന്നവരാണ് എന്താ പറഞ്ഞാൽ ഇൻ്റഗ്രൻറ്റ് കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം ജനറൽ ആയിട്ടുള്ള ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻറ്റി ഡെറിവേഷൻ്റെ കൂടെ എന്ത് ചെയ്യുക, പ്ലസ് സി ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാൽ സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എങ്കിൽ ദ ജനറൽ ആൻറ്റി ഡെറിവേറ്റീവ് ഹാസ് ദി ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ഫോർ എനി ആർബിട്രറി കോൺസ്റ്റന്റ് സി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആൻറ്റി ഡെറിവേഷൻ്റെ അല്ലെങ്കിൽ ആൻറ്റി ഡിഫറൻസിയേഷൻ്റെ കുറച്ച് റൂൾസ് ആണ്. നമ്മൾ ഡിഫറൻഷിയേഷനിൽ നമ്മൾ കുറേ റൂൾസ് പഠിച്ചു, സം റൂള്, കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂള്, പ്രൊഡക്റ്റ് റൂള്, പോളിനോമിയൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ്, അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു റെസിപ്രോക്കൽ റൂൾസ്, കോഷ്യൻ റൂൾസ്, അങ്ങനെ കുറേ റൂൾസ് നമ്മൾ എന്ത്
ഡിഫറൻഷിയേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഡിഫറൻഷിയേഷനിലും കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. ഡിഫറൻഷ്യൽ ചെയ്യാൻ വേണ്ടി ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് നമുക്ക് പഠിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണ് സം റൂൾ. സം റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻസും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്നാണ് ഇൻറ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ടിൻ്റെ കൂടി സം ചെയ്തിട്ടുള്ള ഇൻറ്റഗ്രേഷൻ എന്തായിരിക്കും? രണ്ടിൻ്റെ സെപ്പറേറ്റ് ഇൻറ്റഗ്രേഷൻ കണ്ടിട്ട് സം ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ചെയ്യുക. ഓക്കെ, ദെൻ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ഇൻറ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ ആ ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നതും ആ ഫംഗ്ഷൻ ഇൻറ്റഗ്രേഷൻ കണ്ടിട്ട് അതിനെ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ പറഞ്ഞാൽ ഇൻറ്റഗ്രൽ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ദെൻ പവർ റൂൾ. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആണ്. വേറെ എൻ എന്താകാൻ പാടില്ല? നോട്ട് ഈക്വൽ ടു -1 ആകാൻ പാടില്ല. n -1 ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷനിൽ പവർ റൂൾ എന്തായിരുന്നു? എക്സ് റേസ് ടു എൻ പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ ഡിഫറൻഷിയേഷൻ n ഇൻറ്റു എക്സ് റേസ് ടു n -1 ആയിരുന്നു. എന്നാൽ ഇൻറ്റഗ്രേഷനിൽ പവർ റൂൾ എന്താണ്? ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. ഈ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആണോ എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻറ്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? എക്സ് റേസ് ടു എൻ കിട്ടണം. ഓക്കെ, ദെൻ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും? ഇൻറ്റഗ്രൽ എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ -1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ -1 എക്സ് പ്ലസ് എ എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എ നോട്ട് എൻ പ്ലസ് വൺ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ പ്ലസ് എ വൺ ബൈ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ -1/2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എ എൻ എക്സ് പ്ലസ് സി. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? സം റൂളും സം റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും പ്രൂവ് ചെയ്താൽ പോളിനോമിയൽസിന് ഒരു പ്രൂഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ചെയ്തത്? എ നോട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുക. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഓക്കെ, ദെൻ ഇവിടെ അതുപോലെ എ വൺ കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. എക്സ് റേസ് ടു എൻ -1 ഡിഫറൻഷിയേഷൻ എന്താണ്? എക്സ് റേസ് ടു എൻ -1 പ്ലസ് വൺ ബൈ എൻ -1 പ്ലസ് വൺ, അതായത് എക്സ് റേസ് ടു എൻ ബൈ എൻ വരും. ഓക്കെ, ഈ സി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചെണ്ണത്തിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ബാക്കിയൊക്കെ എന്താണ്? സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. നമ്മുടെ സം റൂളിൻ്റെയും പവർ റൂളിൻ്റെയും പ്രൂഫ് നമുക്ക് പഠിക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും പോളിനോമിയൽസ് റൂൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നോക്കുക. കാരണം സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ സം റൂൾ പ്രൂവ് ചെയ്യുമ്പോൾ എന്താണ്? ബാക്കിയുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം പ്രൂഫ് ഓഫ് സം റൂൾ. സം റൂൾ പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ആണ്. നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിൻ്റെ ഇൻറ്റഗ്രേഷൻ വാല്യൂ സെയിം ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ടും ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ആണ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ആയിട്ടും നമ്മൾ എടുത്തു. അതായത് സ്മോൾട്ടർ എഫ് ഓഫ് എക്സിന് ഇൻറ്റഗ്രേഷൻ ആണ് എന്ത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. സ്മോൾട്ടർ ജി ഓഫ് എക്സിന് ഇൻറ്റഗ്രേഷൻ ആണ് എന്ത്? ക്യാപിറ്റൽ ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്ത് പറ്റും? ഈ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേഷൻ നമുക്ക് എന്ത് കിട്ടും? സ്മോൾട്ടർ എഫും ക്യാപിറ്റൽ ജിയുടെ ഡെറിവേഷൻ എന്ത് കിട്ടും? സ്മോൾട്ടർ ജിയും കിട്ടും. ദാറ്റ് ഈസ് ദെൻ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ദി ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ആൻഡ് ക്യാപിറ്റൽ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ജി ഓഫ് എക്സ് കിട്ടും. നൗ നമ്മൾ എന്ത് ചെയ്യാം? നൗ ലെറ്റ് എച്ച് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എന്തെടുക്കുക? റൈറ്റ് സൈഡത്തെ ഭാഗം നമ്മൾ മൊത്തത്തിൽ എച്ച് ഓഫ് എക്സ് ആക്കി എടുക്കുക. ദാറ്റ് ഈസ് നൗ ലെറ്റ് ക്യാപിറ്റൽ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് നമ്മൾ എടുത്തു. ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ എടുത്തത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്, മറ്റൊരു ജി ഓഫ് എക്സ് ആണ്. സോ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ്. നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് നമുക്കറിയാം, സം റൂൾ വെച്ച് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ട് എന്താണ്? സ്മോൾട്ടർ എഫ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾട്ടർ ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്മളുടെ ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് നമ്മളുടെ ഫംഗ്ഷൻ. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ആണ്. അതായത് നമ്മൾ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ എടുത്തപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്തായിരിക്കും? എച്ച് ഓഫ് എക്സ് ആണ് നമുക്ക് പറയാൻ പറ്റും ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഡെഫിനിഷൻ വെച്ചിട്ട്. ഹെൻസ് ബൈ ഡെഫിനിഷൻ ഓഫ് ദി ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എച്ച് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് ആണ് എന്താണ്? ഇൻറ്റഗ്രൽ എഫ് ഓഫ്
എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ഉണ്ട്. കാരണം ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ആണ്. എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു അതിൻ്റെ ഇൻറ്റഗ്രേഷൻ പാർട്ട് ഒഴിവായതുകൊണ്ട് നമുക്ക് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് ടു ദറ്റ് ഈസ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ന് കിട്ടി. അതുകൊണ്ട് സം റൂൾ എന്ത് ചെയ്തു പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ത് ചെയ്യുക ഇതേപോലെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സുഖമായിട്ട് കിട്ടുന്ന ഒരു പ്രൂഫായിരിക്കും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ദെൻ വരുന്നതാണ് പവർ റൂൾ. പവർ റൂൾ എന്താ പറയുന്നത് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് സി കൂടെ എന്നാണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി വെർ എൻ നോട്ട് ഈക്വൽ ടു മൈനസ് വൺ. നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് ഇതിന് ഡെറിവേഷൻ എടുത്ത് നമുക്ക് എന്ത് കിട്ടണം എക്സ് റേസ് ടു എൻ കിട്ടണം അല്ലെ. ദാറ്റ് ഈസ് ലെറ്റ് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എന്ത് എടുത്തു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആയിട്ട് നമ്മൾ എടുത്തു വെർ എൻ നോട്ട് ഈക്വൽ ടു മൈനസ് വൺ. ദെൻ നമ്മൾ എന്ത് ചെയ്തു ഡിഫറൻഷിയേഷൻ റൂൾ വെച്ച് നമ്മൾ എന്ത് ഇതിന്റെ എഫ് ഡാഷിന്റെ ഡെറിവേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാൻ. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ എൻ പ്ലസ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സി. നമ്മൾ സം റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചാണ് ഇത് നമ്മൾ ആ റൂൾസ് ആണ് നമ്മളോട് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് എന്ത് വരും എക്സ് റേസ് ടു എൻ പ്ലസ് വണ്ണിന്റെ ഡെറിവേഷൻ എന്താണ് എക്സ് റേസ് ടു എന്നിന്റെ എന്തായിരുന്നു എൻ ഇൻറ്റു എൻ പ്ലസ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ ദാറ്റ് ഈസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ ആയിട്ട് വരും. ഇത് കോൺസ്റ്റന്റ് ആയതോട് സീറോ പോകും. എൻ പ്ലസ് വൺ ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് റേസ് ടു. അതായത് നമ്മൾ എടുത്ത ഫംഗ്ഷന്റെ ഡെറിവേഷൻ എടുത്തപ്പോൾ നമുക്ക് എക്സ് റേസ് ടു എൻ കിട്ടി. എക്സ് റേസ് ടു എൻ കിട്ടിയെന്നാൽ എന്താണ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിട്ട് വരും. ദാറ്റ് ഈസ് സിൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആയിരിക്കും. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്. പ്രൂഫ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ആ റൂൾസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കണം. കാരണം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദി ജനറൽ ആന്റി ഡെറിവേറ്റീവ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോവിങ് ഫംഗ്ഷൻ. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിന്റെ ആന്റി ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. എക്സ് റേസ് ടു 5 പ്ലസ് 2 ബൈ എക്സ് ക്യൂബ് എക്സ് റേസ് ടു 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു 3 ബൈ 2 മൈനസ് റൂട്ട് എക്സ്. ഇതിന്റെ ഒക്കെ ആന്റി ഡെറിവേറ്റീവ് അത് ഇന്റഗ്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഇന്റഗ്രൽ എക്സ് റേസ് ടു 5 പ്ലസ് 2 ബൈ എക്സ് റേസ് ടു 4 ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാം അല്ലെ. അത് സം റൂളും പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും പോളിനോമിയൽസ് ഒക്കെ നമ്മൾ ആ റൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആന്റി ഡെറിവേഷന്റെ. ഓക്കെ, ദാറ്റ് ഈസ് യൂസിങ് ഇന്റിജർ പവർ റൂൾ ഓഫ് ഡിഫറൻഷിയേഷന്റെ ഇന്റിജർ പവർ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് വരാൻ പറ്റും എക്സ് റേസ് ടു 5ന്റെ ഡെറിവേഷൻ എന്താ വരിക എക്സ് റേസ് ടു 6ന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 6 എക്സ് റേസ് ടു 5 ആയിട്ടും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 3 ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും മൈനസ് 3 എക്സ് റേസ് ടു മൈനസ് 4 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 ബൈ എക്സ് റേസ് ടു 4 നമുക്ക് കിട്ടും. Therefore എക്സ് റേസ് ടു 6 ബൈ 6ന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക എക്സ് റേസ് ടു 5 വരും. മൈനസ് 1 ബൈ 3 ഇൻറ്റു എക്സ് ക്യൂബ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും 1 ബൈ എക്സ് റേസ് ടു 4. നമ്മൾ എന്ത് ചെയ്യുക ഈ മൈനസ് 3നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്ത് വരും ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് 1 ബൈ 3 എക്സ് ക്യൂബ് ആയിട്ട് വരും അല്ലെ. മൈനസ് 1 ബൈ 3 എക്സ് ക്യൂബ് അത് എക്സ് റേസ് ടു മൈനസ് 3 ആണ് എന്താ 1 ബൈ എക്സ് ക്യൂബ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 3 ബൈ 3 എക്സ് റേസ് ടു മൈനസ് 3ന്റെ ഡിഫറൻഷിയേഷൻ എന്താണ് മൈനസ് 3 ബൈ എക്സ് റേസ് ടു 4 ആണ്. ഇവിടെ ഒരു 3 ഡിവൈഡ് ചെയ്യുമ്പോൾ തരും മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി തരും 1 ബൈ എക്സ് റേസ് ടു 4. അതായത് എക്സ് റേസ് ടു 6 ബൈ 6ന്റെ ഡെറിവേഷൻ ആണ് എന്ത് എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് റേസ് ടു 4 കിട്ടുക എന്തിനാണ് മൈനസ് 1 ബൈ 3 എക്സ് റേസ് ടു 3ന്റെ ഡെറിവേഷൻ ആണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ നോക്കുക എക്സ് റേസ് ടു 5 പ്ലസ് 2 എക്സ് റേസ് ടു 5 പ്ലസ് 2 ബൈ എക്സ് റേസ് ടു 4ന്റെ ഇന്റഗ്രേഷൻ ആണ് കണ്ടുപിടിക്കാൻ. അപ്പൊ എക്സ് റേസ് ടു 5ന്റെ ഡെറിവേഷൻ എക്സ് റേസ് ടു 6 ബൈ 6ന്റെ ഡെറിവേഷൻ ആണ് എന്ത് എക്സ് റേസ് ടു 5 എന്നും മൈനസ് 1 ബൈ 3 എക്സ് ക്യൂബിന്റെ ഡെറിവേഷൻ ആണ് 1 ബൈ എക്സ് റേസ് ടു 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും എന്ത് എക്സ് റേസ് ടു 6 ബൈ 6ഉം ഇതിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും മൈനസ് 1 ബൈ 3 എക്സ് റേസ് ടു 3 എന്ന് പറയാം. Hence d by dx of x raised to 6 by 6 minus 2 by 3 x cube ആണ് നമുക്ക് ഡെറിവേഷന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും. d by dx of x raised to 6 by 6 plus 2 into d by dx of minus 1 by 3 x cube that's equal to എന്താണ് x raised to 5 plus 2 by x raised to 4.
ഈ എക്സ് റേസ് ടു 5 പ്ലസ് 2 ബൈ എക്സ് റേസ് ടു 4 ഇതിന്റെ ഇന്റഗ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനാണ്. അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേഷൻ എടുത്തപ്പോൾ നമുക്ക് വേണ്ട ആൻസർ കിട്ടി. അതായത് ഇതിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും എന്ത് ഇത് എന്ന് പറഞ്ഞാൽ therefore ആന്റി ഡെറിവേഷൻ ഓഫ് എക്സ് റേസ് ടു 5 പ്ലസ് 2 ബൈ എക്സ് ക്യൂബ് സോറി എക്സ് റേസ് ടു 4 ആണ് തരും എക്സ് റേസ് ടു 6 ബൈ 6 മൈനസ് 2 ബൈ 3 എക്സ് ക്യൂബ് പ്ലസ് 0 എന്താണ് ആന്റി ഡെറിവേഷന്റെ ഡെഫിനിഷൻസും അതുപോലെ റൂൾസും യൂസ് ചെയ്താണ് കിട്ടിയത്. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ നോക്കാം. എക്സ് റേസ് ടു 3/2 മൈനസ് റൂട്ട് എക്സ്. ഇത് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, എക്സ് റേസ് ടു 3/2 എന്തിന്റെ ഡിഫറൻഷിയേഷൻ നോക്കുക, റൂട്ട് എക്സ് എന്തിന്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ നോക്കാം. ഓക്കെ, യൂസിങ് റാഷണൽ പവർ ഓഫ് ഡിഫറൻഷിയേഷൻ. റാഷണൽ പവർ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5/3 ഡെറിവേഷൻ ആണ് എന്ത് പറഞ്ഞാൽ 5/2 എക്സ് റേസ് ടു 3/2 ആണ്. ദെൻ നമുക്ക് ഈ 5/2 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി ബൈ ഡി എക്സ് അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 3/2 ഡെറിവേഷൻ ആണ് എന്ത് പറഞ്ഞാൽ 3/2 എക്സ് റേസ് ടു 1/2 3/2 എക്സ് റേസ് ടു 1/2 ആണ് റൂട്ട് എക്സ്. ഇനി നമ്മൾ ഈ 5/2 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് 2/5 എക്സ് റേസ് ടു 5/2 ഡെറിവേഷൻ ആണ് എക്സ് റേസ് ടു 3/2 വരും. അതുപോലെ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് 2/3 എക്സ് റേസ് ടു 3/2 ഡെറിവേഷൻ ആണ് ഇത് റൂട്ട് എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്തെഴുതാൻ പറ്റും. therefore ഡി ബൈ ഡി എക്സ് ഓഫ് 2 ഇൻറ്റു എക്സ് റേസ് ടു 5/2/5 ഈക്വൽ ടു എന്ത് വരും, 2/5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5/2 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5/2 നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് 5/2 എക്സ് റേസ് ടു 3/2. അപ്പോൾ 2/5 ഇൻറ്റു 5/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്താണ് എക്സ് റേസ് ടു 3/2 വരും. ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2/3 ആണ് എന്ത് വരും, നമുക്ക് റൂട്ട് എക്സ് കിട്ടും. അതായത് എക്സ് റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ് 2 എക്സ് റേസ് ടു 5/2/5 ഡെറിവേഷനും റൂട്ട് എക്സ് പറഞ്ഞാൽ 2 എക്സ് റേസ് ടു 3/2/3 ഡെറിവേഷനാണ്. ഇതിന് രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് ചെയ്താൽ, കാരണം നമുക്ക് ആവശ്യമുള്ള എന്താണ് ഈ എക്സ് റേസ് ടു 3/2 മൈനസ് റൂട്ട് എക്സിന്റെ ആന്റി ഡെറിവേഷൻ ഇന്റഗ്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് 2 ഇൻറ്റു എക്സ് റേസ് ടു 5/2/5 മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2/3 ആണ് എന്തെങ്കിലും റൂൾസ് വെച്ച് നമുക്ക് എന്താ പറ്റും, ഡി ബൈ ഡി എക്സ് ഓഫ് 2 എക്സ് റേസ് ടു 5/2/5 മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 എക്സ് റേസ് ടു 3/2/3 വരും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് റേസ് ടു 3/2 മൈനസ് റൂട്ട് എക്സ്. അതായത് നമുക്ക് വേണ്ട ആൻസറോടെ കിട്ടി. അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേഷൻ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് റേസ് ടു 3/2 മൈനസ് റൂട്ട് എക്സ് കിട്ടി. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ വെച്ച് നമുക്ക് പറ്റും ഇതിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 3/2 മൈനസ് റൂട്ട് എക്സ് ഇസ് എന്താണ് 2 എക്സ് റേസ് ടു 5/2/5 മൈനസ് 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 പ്ലസ് സി വരും. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ദി ഫോളോവിങ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. നമുക്ക് താഴെ കുറച്ച് പ്രോബ്ലംസ് വന്നിട്ട് അതിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 dx ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ടി ക്യൂബ് മൈനസ് ടി പ്ലസ് 2 ബൈ ടി റേസ് ടു 6 dt ആൻഡ് ഇന്റഗ്രൽ dx ബൈ 3x പ്ലസ് 1 ഓൾ റേസ് ടു 5 in fourth question ഇന്റഗ്രൽ 3x മൈനസ് 2 ഓൾ റേസ് ടു 3/2 മൈനസ് 8 ബൈ റൂട്ട് 3x മൈനസ് 2 dx. നമ്മൾ സം റൂളും നമ്മളുടെ സം റൂളും പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും പോളിനോമിയൽസിന്റെ ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കുക എന്താണ് പോളിനോമിയൽ ആണ്. അപ്പോൾ പോളിനോമിയൽസ് റൂൾ വെച്ച് നമുക്ക് എന്താ പറ്റും, അതിന്റെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ആന്റി ഡെറിവേഷൻ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂസിങ് ആന്റി ഡിഫറൻഷിയേഷൻ റൂൾ ഫോർ പോളിനോമിയൽസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 dx. നമുക്കറിയാം എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താണ് എക്സ് റേസ് ടു 3/3 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും 1/3 എക്സ് ക്യൂബ് പ്ലസ് 3/2 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, ടി ക്യൂബ് മൈനസ് ടി പ്ലസ് 2 ബൈ ടി റേസ് ടു 6. നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിനപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇന്റഗ്രൽ പാർട്ട് നോക്കാം. ഇന്റഗ്രൽ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് ടി റേസ് ടു 6 എല്ലാത്തും നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ ചെയ്യുന്നത്. ഓക്കെ, ദ ഗിവൺ ഇന്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ് ടി റേസ് ടു 3 മൈനസ് ടി പ്ലസ് 2 ബൈ ടി റേസ് ടു 6 ആണ് നമുക്ക് എന്താ പറ്റും. ടി റേസ് ടു 3 ബൈ ടി റേസ് ടു 6 ആണ് എന്താണ് ടി റേസ് ടു -3 വരും. മൈനസ് ടി ബൈ ടി റേസ് ടു 6 ആണ് എന്ത് വരും, ടി റേസ് ടു -5 വരും. 2 ബൈ ടി റേസ് ടു 6 ആണ് എന്താണ് 2 ഇൻറ്റു ടി റേസ് ടു -6 വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം റൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ബൈ യൂസിങ് ആന്റി ഡിഫറൻഷിയേഷൻ റൂൾ ഇന്റഗ്രൽ ടി ക്യൂബ് മൈനസ് ടി പ്ലസ് 2 ബൈ ടി റേസ് ടു 6 dt ഈക്വൽ ടു വരും ഇന്റഗ്രൽ ടി റേസ് ടു -3. ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ പാർട്ട് നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് ഈക്വൽ ടി റേസ് ടു -3 മൈനസ് ടി റേസ് ടു -5 പ്ലസ് 2 ടി റേസ് ടു -6 ഇൻറ്റു dt. ടി റേസ് ടു -3ന്റെ ഇന്റഗ്രേഷൻ വരും ടി റേസ് ടു -3 പ്ലസ് 1 ബൈ -3 പ്ലസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ വരും ടി റേസ് ടു -3 dt മൈനസ് ടി റേസ് ടു -5 dt പ്ലസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ടി റേസ് ടു -6 dt വരും. ദാറ്റ്സ് ഈക്വൽ ടി റേസ് ടു -2 ബൈ -2 മൈനസ് ടി റേസ് ടു -4 ബൈ -4 പ്ലസ് 2 ഇൻറ്റു ടി റേസ് ടു -5 ബൈ -5 പ്ലസ് c. ദാറ്റ്സ് ഈക്വൽ ടു സോൾവ് നമുക്ക് എന്ത് കിട്ടും, -1/2 ടി സ്ക്വയർ പ്ലസ് 1/4 ടി റേസ് ടു 4 മൈനസ് 2/5 ടി റേസ് ടു 5 പ്ലസ് c വരും. ഇതാണോ അങ്ങനെ ചെക്ക് ചെയ്യുക. ഇതിന്റെ ഇന്റഗ്രേഷൻ ഇതിന്റെ ഡിഫറൻഷിയേഷൻ എടുത്താൽ നമുക്ക് ഈ ഫംഗ്ഷൻ കിട്ടണം എന്നേ ഉള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് യൂസിങ് പവർ റൂൾ ഫോർ
എ ഫംഗ്ഷൻ റൂൾ ഫോർ ദി ഡിഫറൻഷിയേഷൻ. നമുക്ക് എന്തിനാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻറ്റി ഡെറിവേഷൻ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ദാറ്റ് ഈസ് 1/3x+1 all raised to 5 റെസിപ്രോക്കൽ റൂൾ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ രീതിക്ക് അതിൻ്റെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക നമ്മൾ വേറെ മെത്തേഡ് യൂസ് ചെയ്യാണ്. ഓക്കെ, യൂസിങ് പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഫോർ ദ ഡിഫറൻഷിയേഷൻ d/dx of 1/3x+1 all raised to 5ന്റെ ഡിഫറൻഷിയേഷൻ എന്താ വരിക, d/dx of 3x+1 all raised to -5ന്റെ ഡിഫറൻഷിയേഷൻ എന്താ വരിക, ചെയിൻ റൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ -4 × 3x+1 all raised to -5 into d/dx of 3x+1 ഇത് that's equal to -12/3x+1 all raised to 5 വരും. അപ്പോൾ ഈ -1/2 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ dx of -1/12 into 1/3x+1 all raised to 5 ആണ് എന്ത് വരും, 1/3x+1 all raised to 5 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആയിരിക്കും എന്ത് ഇതെന്ന് പറഞ്ഞാൽ. ഹെൻസ് ബൈ ഡെഫിനേഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ dx/3x+1 all raised to 5 എന്ത് വരും, -1/12 into 1/3x+1 all raised to 4 plus c എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ എന്നൊരു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1/12 into 3x+1 all raised to 4 plus c എന്ന് കിട്ടും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനും സിമിലർ വേല നമുക്ക് അപ്രോച്ച് ചെയ്യണം, കാരണം അത് കുറച്ച് കാണുമ്പോൾ നോക്കുക. 3x - 2 all raised to 3/2 -1/√3x - 2 ആണ് അതിൻ്റെ ഇൻ്റഗ്രൻ്റ് ആണ്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാം എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഗിവൺ integrand can be written as നമ്മൾ 3x - 2 all raised to 3/2 -8/√3x - 2 നമ്മൾ എന്ത് രണ്ട് ഭാഗമാക്കി മാറ്റി. ദാറ്റ് ഈസ് 3x - 2 all raised to 3/2/√3x - 2 -8/√3x - 2 ആക്കി മാറ്റി. ഈ 3x - 2 all raised to 3/2 റൂട്ട് ഓഫ് എക്സ് ആണ് x raised to 1/2 ആണ്. അപ്പം ഇവിടെ 3x - 2 all raised to 1/2 ഇവിടെ 3/2 രണ്ടുകൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വരും 3x - 2 വരും. ഇവിടെ -8 into 3x - 2 all raised to -1/2 വരും. സോ നമുക്കറിയാം 3x - 2ന്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇൻ്റഗ്രൽ 3x - 2 all raised to 3/2 -8/√3x - 2 dx എന്തായിട്ട് മാറും. ഇൻ്റഗ്രലിൻ്റെ പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x - 2 -8 into 3x - 2 all raised to -1/2 dx വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ 3x - 2 dx -8 into ഇൻ്റഗ്രൽ 3x - 2 all raised to 1/2 dx. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് പോളിനോമിയൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നമ്മളിനി അടുത്ത് നോക്കുന്നത്. ഓക്കെ, യൂസിങ് ആൻറ്റി ഡിഫറൻഷിയേഷൻ റൂൾ ഫോർ ദ പോളിനോമിയൽ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഈ ഭാഗത്തിന് ഇൻ്റഗ്രേഷൻ തരും. ഇൻ്റഗ്രൽ 3x - 2 dx എന്തായിട്ട് മാറും, 3/2x² - 2x + c1 ആയിട്ട് കിട്ടും. c1 എടുക്കാം, കാരണം രണ്ട് ഇൻ്റഗ്രൽ ആയിട്ട് എടുത്തതുകൊണ്ടാണ് നമ്മൾ c1 എടുത്തത്. ഓക്കെ, ദെൻ ഇത് നോക്കാം. സെക്കൻഡ് നോക്കുക, യൂസിങ് പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ, പവർ അല്ല ഇവിടെ പവർ റൂൾ ആക്കുക. ഓക്കെ, പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് നമുക്ക് എന്താക്കി മാറ്റും, √3x - 2ന്റെ ഡിഫറൻഷിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് d/dx of √3x - 2 എന്താണ്, d/dx of 3x - 2 all raised to 1/2 ചെയിൻ റൂൾ വെച്ച് നമുക്ക് എന്താ പറ്റും, 3/2 into 3x - 2 all raised to -1/2 എന്ന് വരും. ദാറ്റ് ഈസ് d/dx of 2/3 into √3x - 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 3x - 2 all raised to -1/2 എന്ന് വരും. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആൻസർ. ഹെൻസ് ഇതിന്റെ ഡിഫറൻഷിയേഷൻ ഇതെന്ന് പറഞ്ഞതാണ്, ഇതിന്റെ ഇന്റഗ്രൽ ആയിരിക്കും എന്ത് ഇതെന്ന് പറഞ്ഞാൽ. ഹെൻസ് ബൈ ഡെഫിനേഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ 3x - 2 all raised to -1/2 dx ആണ് തരും. 2/3√3x - 2 plus c2, കാരണം രണ്ടിന്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇക്വേഷൻ ഇത് 2ഉം ഇത് ഇക്വേഷൻ നമ്പർ 3 ആക്കി മാറ്റുക, ഇക്വേഷൻ 2 അല്ല ഇക്വേഷൻ നമ്പർ 3 ആക്കി മാറ്റുക. ദെൻ ഇക്വേഷൻ നമ്പർ 2ഉം 3 എന്താ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കമ്പയർ ചെയ്യുക. ദെൻ ബൈ യൂസിങ് റിസൾട്ട് 2 and 3 ഇക്വേഷൻ നമ്പർ 1 ബിക്കം എന്തായിട്ട് മാറും, ഇൻ്റഗ്രൽ 3x - 2 all raised to 3/2 -8/√3x - 2 into dx എന്തായിട്ട് മാറും. രണ്ടിൻ്റെയും വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി, രണ്ടിൻ്റെയും വാല്യൂ സെപ്പറേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3/2x² - 2x + 1 c1 -8 into 2/3√3x - 2 plus c2. ആ c1ഉം c2 നമുക്ക് ഒന്നാക്കിയത് ഒരു കോൺസ്റ്റന്റ് c ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, കാരണം രണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. ദാറ്റ് ഈസ് 3/2x² - 2x - 16/3√3x - 2 plus c, c is equal to എന്താണ്, c1 - 8 c2 ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, then next ഒരു example, water is flowing into a tube at 3t + 1 all raised to -2 gallon per minute after t minutes. How much water is in the tube after 2 minutes if it start out empty? ഓക്കെ, നമ്മളൊരു ട്യൂബിൽ നിന്ന് 3t + 1 all raised to -2 വാട്ടർ എന്തെങ്കിലും ഫ്ലോ ചെയ്യുന്നുണ്ട് പെർ മിനിറ്റ് ആഫ്റ്റർ t മിനിറ്റിന് ശേഷം. ഓക്കെ, ദെൻ അവിടെ കണ്ടുപിടിക്കാൻ എന്ത്, ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ ട്യൂബ് ആഫ്റ്റർ 2 minutes. അത് എംപ്റ്റി ആവുന്നതിന് ശേഷം ഇഫ് ഇറ്റ് സ്റ്റാർട്ടഡ് ഔട്ട് എംപ്റ്റി. അപ്പോൾ 2 മിനിറ്റിന് ശേഷം അതിൽ എത്രത്തോളം
വെള്ളം ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കണേ. ദാറ്റ് ഈസ് ലെറ്റ് എഫ് ഓഫ് ടി ബി ദി എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ് ആഫ്റ്റർ ടി മിനിറ്റ്. ആ ട്യൂബിലുണ്ടാവുന്ന ആഫ്റ്റർ ടി മിനിറ്റിന് ശേഷം ആ ട്യൂബിലുണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് നമ്മൾ എഫ് ഓഫ് ടി ആയിട്ട് എടുത്ത് ആ എഫ് ഓഫ് ടി ആയിട്ട് നമ്മൾ എടുത്ത് തന്ന ഫംഗ്ഷൻ എടുക്കുക. ദെൻ ദി റേറ്റ് ഓഫ് the which of water is flowing into the tube is the derivative of f of t അല്ലെ. ആ അതിലുണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് ആണ് എഫ് ഓഫ് ടി ആണ്. അപ്പൊ അതിന് ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് ആണ്. then the rate at which water is flowing into the tube is the derivative of f of t അല്ലെ. എഫ് ഓഫ് ടിന്റെ ഡെറിവേഷൻ ആയിരിക്കും അതിന് ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ റേറ്റ് എന്ന് പറഞ്ഞു with respect to t. Given that the rate at which water is flowing into the tube is നമുക്ക് തന്നിട്ട് എത്രയാണ് 3t plus t plus 1 all raised to -2 gallon per minute. അത് അത്രത്തോളം വെള്ളമായി നോക്കുക. അപ്പം എഫ് ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ത് 3t plus t plus 1 all raised to -2 ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേഷൻ ആണ് 3t plus t plus 1 all raised to -2 എന്ന് പറഞ്ഞു. ഹെൻസ് എഫ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹെൻസ് എഫ് ഓഫ് ടി is an anti derivative of 3t plus t plus 1 all raised to -2. അപ്പോൾ ഈ 3t plus t plus 1 all raised to -2ന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് എഫ് ഓഫ് ടി അല്ലെ. ഹെൻസ് ബൈ ദി ഡെഫിനിഷൻ ഓഫ് ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആൻഡ് ആന്റി ഡെറിവേഷൻ റൂൾ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും ഇന്റഗ്രൽ 3t plus t plus 1 all raised to -2 dt. സോറി, ഇവിടെ ഡി എക്സ് അല്ല വരേണ്ടത്, ഡി ടി ആക്കി മാറ്റണേ. കാരണം നമ്മൾ ടി വേരിയബിൾ ആണല്ലോ ഫംഗ്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം ഡി ടി ആക്കി മാറ്റുക, ഡി എക്സ് അല്ല. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 3t ഇൻറ്റു ഡി ടി പ്ലസ് ഇന്റഗ്രൽ t plus 1 all raised to -2 ഇൻറ്റു ഡി ടി വരും. ഇതിൽ ഇന്റഗ്രൽ 3t നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ t plus 1 all raised to -2 നമ്മൾ പവർ റൂൾ വെച്ച് എന്ത് ചെയ്യും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. യൂസിങ് പവർ റൂൾ ആൻഡ് പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ d/dt ഓഫ് 3t/t² എന്തായിട്ട് വരും 3/2 ഇൻറ്റു d/dt ഓഫ് ടി സ്ക്വയർ അല്ലെ. കാരണം 3/2 ടി സ്ക്വയറിന്റെ ഡെറിവേഷൻ എന്താണ് നമുക്കറിയാം. 3/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തിട്ട് ടി സ്ക്വയറിന്റെ ഡെറിവേഷൻ എന്താണ് 2 ഇൻറ്റു ടി. അപ്പോൾ ടൂവും 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ വരാം 3t വരും. സോ d/dt ഓഫ് -t plus 1 all raised to -1ന്റെ ഡെറിവേഷൻ എന്താ നമുക്കറിയാം എന്താണ് t plus 1 all raised to -2. കാരണം എന്താ -1 ഇൻറ്റു -1 ഇൻറ്റു t plus 1 all raised to -1 എന്നാൽ -1 ആണ് -2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് d/dt ഓഫ് t plus 1 all raised to -1 ആണ് എന്താ വരിക t plus 1 all raised to -2 വരും. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. കാരണം ഇതിന്റെ ഡെറിവേഷൻ ഇത് പറഞ്ഞാൽ തിരിച്ചെന്താ വെച്ചാൽ ഇതിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും എന്ത് ഇതെന്ന് പറയാം. ഹെൻസ് ബൈ ഡെഫിനിഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ 3t dx is equal to തരും 3/2 t square plus c1 ആൻഡ് ഇന്റഗ്രൽ t plus 1 all raised to -2 dx എന്ത് വരും dx അല്ല dt എന്തായിട്ട് വരും -t plus 1 all raised to -1 plus c2 വരും. ഈ രണ്ടും കൂടി എന്ത് ചെയ്യാം ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്തായിട്ട് മാറും ഇന്റഗ്രൽ 3t ഇൻറ്റു dt പ്ലസ് ഇന്റഗ്രൽ t plus 1 all raised to -2 ഇൻറ്റു dt വരും. ഈ dx ഒക്കെ dt ആക്കി മാറ്റണേ. ദാറ്റ് ഈസ് 3/2 t square plus 1 c1 minus t plus 1 all raised to -1 plus c2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 3/2 t square minus 1 plus t all raised to -1 plus c. ഈ c1 ഉം c2 കൂടി ആഡ് ചെയ്തതാണ് എന്ത് നമ്മളുടെ c എന്ന് പറഞ്ഞാൽ c ഈക്വൽ ടു c1 plus c2. അതായത് അതിലുണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് ആണ് എഫ് ഓഫ് ടി ഈക്വൽ ടു 3/2 t square minus 1 plus t all raised to -1 plus c ആയിട്ട് വരും. ഓക്കെ, അറ്റ് ടൈം t. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ആഫ്റ്റർ 2 മിനിറ്റിന് ശേഷം അതിലുണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സിൻസ് ദ ട്യൂബ് സ്റ്റാർട്ടഡ് ഔട്ട് എംപ്റ്റി ആണ് എന്താണ് അതിൽ വെള്ളമൊന്നുമില്ല. അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ എന്താണ് 0 വരും. എഫ് ഓഫ് 0 നമ്മൾ കിട്ടിയിട്ടുള്ള ടിക്ക് പകരം അതിലോട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3/2 t square minus 1 plus t raised to -1 plus c equal to 0 at the time t equal to 0. അതിന്റെ വാല്യൂ എന്താ വരിക 0 നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -1 plus c equal to 0 വരും. ദാറ്റ് ഈസ് c equal to നമുക്ക് എന്ത് വരും 1 കിട്ടി. അപ്പൊ ഇക്വേഷൻ നമുക്ക് എഫ് ഓഫ് ടിയിൽ സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. therefore എഫ് ഓഫ് ടി എന്തായിട്ട് മാറും 3/2 t square minus 1 plus t all raised to -1 plus 1 എന്ന് കിട്ടി. അതായത് ടൈം ടിയിൽ അതിലുണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് ആണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. വെയിറ്റ് ഹെൻസ് വാട്ടർ ഈസ് ഇൻ ദി ട്യൂബ് ആഫ്റ്റർ t minutes. അപ്പം ആഫ്റ്റർ 2 മിനിറ്റിന് ശേഷം അതിലുണ്ടായിരിക്കുന്ന വാട്ടർ എത്രയായിരിക്കും ടിക്ക് പകരം എന്ത് കൊടുക്കാം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 ഈക്വൽ ടു എന്താണ് 3/2 ഇൻറ്റു 4 minus 1 plus 2 all raised to -1 plus 1. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും 6 minus 1/3 plus 1. ദാറ്റ്സ് ഈക്വൽ ടു 20/3 gallons ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കാം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, റൂൾസ് പറഞ്ഞു, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തമായിട്ട് പ്രോബ്ലംസിൽ അപ്രോച്ച് ചെയ്യുക, സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഡെറിവേഷൻ്റെ എന്താണ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻറ്റി ഡെറിവേഷൻ്റെ ഡെഫിനിഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.